ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഷീ മാഗസിൻ. അപ്പം നമ്മൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഞാൻ നമ്മുടെ ചാനലിൽ അധികം ഇടാത്ത ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. നമ്മളൊരു വലിയൊരു യാത്രയിലാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ദിവസത്തെ ഒരു വലിയ യാത്ര ഞങ്ങൾ ചെയ്യുന്നത്. ഏകദേശം ഒരു 10-15 ദിവസം എടുക്കുന്നൊരു യാത്രയാണ്. ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഡൽഹി ഈ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ടൂർ പാക്കേജിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഈ ട്രാവൽ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കശ്മീരിലേക്ക് പ്ലാൻ ചെയ്തൊരു യാത്രയായിരുന്നു. ബുക്ക് ചെയ്തതും കശ്മീരിലേക്കാണ്, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതൊക്കെ അങ്ങോട്ടേക്കാണ്. പക്ഷേ നിലവിലെ കശ്മീരിൻ്റെ സാഹചര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ട്രാവൽ ഏജൻസീനെ നമ്മളെടുത്ത് സജസ്റ്റ് ചെയ്താണ് മണാലി, പഞ്ചാബ്, ഡൽഹി. അതാകുമ്പോൾ നമുക്ക് ഒത്തിരി ട്രെയിൻ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തതൊന്നും ക്യാൻസൽ ചെയ്യേണ്ടി വരില്ല എന്നുള്ള ആ ഒരു ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഈ സമയത്ത് യാത്ര ചെയ്യുന്നത്. എത്രത്തോളം സേഫ് ആണെന്നൊന്നും അറിയില്ല. ഈ പ്രോബ്ലംസൊക്കെ തുടങ്ങുന്നതിനും 2 മാസം മുമ്പേ നമ്മളിതൊക്കെ ബുക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമ്മൾ ആ ഒരു ധൈര്യത്തിൽ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. കോഴിക്കോട് നിന്നും രാവിലെ ഒരു 7 മണിക്കൊക്കെ ആയിരുന്നു കേട്ടോ ട്രെയിന്. ഒരു ലോക്കൽ ട്രെയിനിൽ നമ്മൾ പാലക്കാടേക്കാണ് ആദ്യം എത്തിയത്. പാലക്കാടിലേക്ക് എത്താനാണ് നമ്മൾ ടൂർ പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടേക്ക് ബാക്കിയുള്ള എല്ലാവരും ജോയിൻ ആവുകയാണ് ചെയ്യുക. പാലക്കാട് ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴാട്ടോ എത്തിയത്. കുറച്ച് സമയം നിന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒരു 2 മണി ആ ഒരു ടൈം ആയപ്പോഴേക്ക് നമുക്ക് അടുത്ത ട്രെയിന് വന്നു. നമുക്ക് രണ്ടാമത്തെ ട്രെയിന് ചെന്നൈയിലേക്കാണ്. ഇങ്ങനെ കണക്ഷൻ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മൾ അത് കശ്മീരിലേക്കായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രെയിന്, ഇങ്ങനെ കണക്ഷൻ ട്രെയിൻ ആയിപ്പോയത്. അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ഡൽഹിയിലേക്ക് ഡയറക്റ്റ് ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ആയതുകൊണ്ടാണ് ഈ ഒരു കഷ്ടപ്പാട് വേണ്ടി വന്നത്. ഏതായാലും ചെന്നൈയിൽ നമ്മൾ എത്തുമ്പം രാത്രി ആയിട്ടുണ്ടായിരുന്നു. രാത്രി ഒരു 11:30 ആ ഒരു ടൈം ആയപ്പോഴാണ് ചെന്നൈയിൽ എത്തിയിട്ടുള്ളത്. പിന്നെ അടുത്ത ട്രെയിന് ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്കാണ്. അത് പിറ്റേത്തെ ദിവസം പുലർച്ചയ്ക്ക് 5 മണിക്കായിരുന്നു. അപ്പം നമ്മൾ ചെന്നൈയിലെത്തി ഒന്ന് ഫ്രഷപ്പൊക്കെ ആയി ഫുഡൊക്കെ കഴിച്ച് അപ്പോഴേക്കും നമുക്ക് അടുത്ത ട്രെയിനിലുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പൊതുവേ കാഴ്ചകളൊക്കെ ഭയങ്കര വിരസമായിട്ടുള്ള കാഴ്ചകളായിരിക്കും. പക്ഷേ എന്നാൽ ചില നല്ല രസമുള്ള കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്നത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കൃഷ്ണ നദിയാണ്. ഈ താഴെ കൂടി പോകുന്ന ആ നദി. അതിന് കുറുകെയുള്ള റെയിൽവേ ബ്രിഡ്ജസ് ആണ് കേട്ടോ. 2 ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. അതാണ് ഈ കാണുന്നത്. ഇത് ശരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും എത്രയോ വലിയ പാലമാണ് കേട്ടോ. ഇതിപ്പോൾ താഴെ നിന്ന് ഞാൻ ആ ഡോറിൻ്റെ അടുത്ത് നിന്നിട്ട് എടുത്തതാണിത്. അപ്പം ഒരുപാട് വലിയ പാലമാണ് ഈ കാണുന്ന. ഈ കൃഷ്ണ നദി പോകുന്ന ആ വഴി അത് ഭയങ്കര വലിയ ഏരിയ ആണ് കേട്ടോ. അതിപ്പം സമ്മർ ആയതുകൊണ്ടായിരിക്കണം ഈ വെള്ളമൊന്നുമില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ആ പശുവിൻ്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ, ഒരാൾ നടന്നു പോകുന്നത് കണ്ടില്ലേ, അപ്പോഴത്തേക്ക് ഈ എത്രത്തോളം ഏരിയ ഉണ്ട് ഇതെന്ന് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ കൂടെ ഈ ട്രെയിൻ പോകുന്ന ആ കാഴ്ചയും കൂടി ഉണ്ടല്ലോ, അത് നല്ലൊരു കാഴ്ച. ഏകദേശം 2 ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ഡൽഹിയിലെത്തിയത്. ഡൽഹിയിൽ നിന്ന് ഒരു 10 മണിക്കൂറോളം ബസ്സിൽ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഹിമാചലിലെത്തുന്നത്. ഹിമാചലിൽ ആ ബോർഡർ കടന്നത് മുതൽ ഇങ്ങനത്തെ കാഴ്ചകളാണ് കേട്ടോ. ഫുള്ള് മലയും അതിൻ്റെ നടുക്കൂടി പോകുന്ന പുഴയും പച്ചപ്പും അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. എവിടെ നോക്കിയാലും നമ്മൾ പ്രകൃതി കനിഞ്ഞു നൽകുക എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ അത്രയും ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ യാത്ര തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത്. സത്യം പറഞ്ഞാൽ എത്ര കണ്ടാലും മതിയാവാത്ത അത്രയും പ്രകൃതി സൗന്ദര്യമാണ് കേട്ടോ ഇവിടെ ഫുള്ളും. ഈ സമ്മർ ആയതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇത്രയും ഭംഗിയും പച്ചപ്പും ഉള്ളത്. വിൻ്ററൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഫുള്ള് മഞ്ഞൊക്കെ ആയിരിക്കും. മഴക്കാലത്ത് അത്ര വലിയ രസമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് ഇത്രയും ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നതൊന്നും എനിക്ക് ഈ യാത്ര ചെയ്യുന്ന സമയത്ത് തോന്നി കേട്ടോ. ഏകദേശം ഉച്ചയോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കുളുവിൽ എത്തിയിട്ടുള്ളത്. സമ്മർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവർ തരുന്നുണ്ട്.
നമ്മളിറങ്ങിയ ഈ ഭാഗത്ത് പ്രധാനമായിട്ടും ചെയ്യുന്നത് റിവർ റാഫ്റ്റിംഗ് ആണ്. ഈ ഹിമാചൽ പ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നദിയാണ് പാർവതി നദി. ഈ നമ്മുടെ ഇതാ മുന്നിൽ കൂടി പോകുന്നതാണ് പാർവതി നദി. അതിലൂടെ ആണ് നമ്മൾ റിവർ റാഫ്റ്റിംഗ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ റാഫ്റ്റിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പേ അവർക്ക് സേഫ്റ്റി മെഷേഴ്സൊക്കെ നമുക്ക് ആദ്യം തന്നെ തന്നു. ജാക്കറ്റ് ഉണ്ടായിരുന്നു, ഹെൽമെറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മളിതിലേക്ക് ഇറങ്ങുന്നത്. ഇതിന് ഒരു ബോട്ടിന് ഒരാൾക്ക് ചാർജ് വരുന്നത് 500 രൂപയാണ്. നമുക്ക് വീഡിയോസൊക്കെ വേണമെങ്കിൽ അവർ തന്നെ അവരെ ഗോപ്രോയിൽ ചെയ്തു തരും. അതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം കേട്ടോ. ഇവിടുത്തെ പുഴകൾക്ക് വേറെ തന്നെ ഒരു സ്ട്രക്ചറാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പുഴേൻ്റെ സൈഡിൽ മണലുകളൊക്കെ അല്ലേ ഉണ്ടാവുക. ഇവിടെ ആണെങ്കിൽ വലിയ വലിയ ഉരുളൻകല്ലുകളാണ്. പക്ഷെ കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ ഇതിന്. വലിയ ധൈര്യത്തിലൊക്കെ സെറ്റായി ബോട്ടിൻ്റെ ഒക്കെ അടുത്ത് വന്ന് നിന്ന് ഓക്കെ ഇറങ്ങാമെന്നുള്ളതിൽ നിന്നു. പക്ഷേ ഓരോ ബോട്ട് വരുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ, മുമ്പിൽ കൂടി പോകുന്ന ബോട്ട് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കാ. നമ്മളും ഇതേപോലെ തന്നെ പോകണ്ടേ എന്നുള്ളൊരു പേടിയിൽ നോക്കിക്കാണ് എല്ലാവരും. ഏതായാലും ഉള്ള ധൈര്യമൊക്കെ സംഭരിച്ച് ഞങ്ങൾ 4 പേര് സെറ്റായിട്ടുണ്ട്. 5 വയസ്സിന് താഴോട്ടുള്ള കുട്ടികളെ അവർ അലൗ ചെയ്യില്ല കേട്ടോ. പിടിച്ചിരിക്കാൻ പറ്റണം എന്നാണ് അവർ പറഞ്ഞത്. കയറുന്നതിന് മുമ്പേ റാഫ്റ്റിംഗ് ചെയ്ത് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആർക്കും തന്നെ ഒരു എക്സ്പീരിയൻസും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ കയറുമ്പോൾ തന്നെ അവർ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരും. ആ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. അവർ കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു തരും കേട്ടോ. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ സ്കിഡ് ചെയ്യുന്ന സമയത്ത് പുഴയിലുള്ള വെള്ളം നല്ലോണം മേലേക്ക് കയറും. ഐസ് കട്ട പോലെയുള്ള വെള്ളമായിരുന്നു. അത് മാത്രമാണ് സഹിക്കാൻ പറ്റത്. നല്ലോണം മേല് വെള്ളം നനയും. ഓരോ വേവും നമ്മളെ മേലേക്ക് ഇങ്ങനെ അടിച്ച് കയറുമ്പോണ്ടല്ലോ, എന്തോ വടിയിട്ടടുത്ത് അടിക്കണ മാതിരിയാണ്. ഭയങ്കര അത്രയും തണുപ്പാണ്. കാരണം മുകളിൽ ഐസ് മെൽട്ടായി വരുന്ന ഒരു വെള്ളമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ വെള്ളത്തിൽ. കുറേയൊക്കെ നനഞ്ഞു. കുറേ നമ്മളിത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും കൈയും കാലൊക്കെ മരവിച്ചിട്ട് ഒന്നും പറ്റാതായിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ കാണുമ്പോഴുള്ള ഈ ഒരു ഡേഞ്ചറായിട്ടുള്ള സംഭവമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ കയറിയിരിക്കുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. 2 സൈഡിലെയും കയറ് വിടരുത് എന്നാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റാഫ്റ്റിംഗ് ഒക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ വന്നത് നമുക്ക് എടുത്തിട്ടുള്ള റൂമിലേക്കാണ്. ഹോട്ടൽ റൂമിലാണ് കേട്ടോ നമ്മുടെ സ്റ്റേ വരുന്നത്. അവിടെ ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് ഫ്രഷപ്പ് ആയതിന് ശേഷം ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള മാൾ റോഡിൽ ഒരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിലേക്ക് ഞങ്ങൾ വെറുതെ പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ പർച്ചേസൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു മാർക്കറ്റ്, ഈ ഒരു സ്ട്രീറ്റ് കണ്ടിട്ട് എനിക്ക് ശരിക്കും നമ്മളെ ഊട്ടിയിലൊക്കെ ഉള്ള പോലത്തെ ഒരു സ്ട്രീറ്റ് ആയിട്ടാട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടത്. സെയിം അതുപോലൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഫസ്റ്റിൽ തന്നെ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. നല്ല തണുപ്പാണല്ലോ ഇവിടെ. ഈ ഒരു ചായക്കടയിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവിടുത്തെ കപ്പ് കണ്ടില്ലേ, ഇതൊരു 1 ടൈം യൂസ് കപ്പാണ് കേട്ടോ. ഈ ഒരു മണ്ണിൻ്റെ ഒരു കപ്പിലാണ് അവർ നമുക്ക് ചായ തരിക. ഇവിടുത്തെ ചായ കുടിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എല്ലാ ചായയും മസാല ചായ ആണ്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ടീ ആയിരിക്കും നമുക്ക് അവർ തരിക. നമ്മുടെ നാട്ടിലെ പോലെ സാധാരണ ചായ ഇല്ല കേട്ടോ ഇവിടെ. ഞങ്ങൾ കുടിച്ചെടുത്തോളം ഈ കപ്പ് കണ്ടോ, നമ്മുടെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ എറിഞ്ഞ് പൊട്ടിച്ചോളാൻ പറയും കേട്ടോ. താഴത്താരും എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ആ കപ്പിൽ നമ്മൾ ആ ഒരു വേസ്റ്റ് ബിന്നിലേക്ക് കളയാണ് ചെയ്തത്. ചൂടുള്ള ചായയൊക്കെ കുടിച്ച് നമ്മളൊക്കെ ഉള്ളൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ പതുക്കെ ഇങ്ങനെ ഓരോ സ്ട്രീറ്റ് കൂടി ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഓരോ കടകളിലും മെയിനായിട്ട് ജാക്കറ്റ്സ്, സ്വെറ്റേഴ്സ്, ക്യാപ്പ്, ഇങ്ങനത്തെ എന്താ പറയുക, തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള, ഇവിടെ ടൂറിസ്റ്റുകളാണല്ലോ അധികം വരിക, അതിനുള്ള ഐറ്റംസാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഹിമാചലിൽ മാത്രം കാണുന്ന ഒരു ഐറ്റമാണ് ഹെമ്പ്. എൻ്റെ അറിവിൽ ഹിമാചലിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഹെമ്പ് വെച്ചുള്ള പ്രൊഡക്ട്സ് നന്നായിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ളതാണ് ഹെമ്പ് വെച്ചിട്ടുള്ള ഈ ബാഗുകൾ കേട്ടോ. കാണുമ്പോൾ ഭയങ്കര ഒരു
എന്താ പറയുക ഭയങ്കര കളർഫുള്ളായിട്ടൊക്കെ തോന്നും. ഈ ഹെമ്പ് എന്ന് പറഞ്ഞാൽ ഈ കാനബി പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൻ്റെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ആ സാധനം കൊണ്ട് ഫൈബർ അവർ ഡെവലപ്പ് ചെയ്തെടുക്കും. ആ ഫൈബർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഡ്രസ്സുകൾ, ബാഗുകൾ, ജാക്കറ്റ്സ്, ഈ വക സാധനങ്ങളൊക്കെ ആണ് കേട്ടോ ഹെമ്പ് പ്രൊഡക്റ്റ്. അത് മെയിനായിട്ട് മണാലി, ഹിമാചലിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ്. പിന്നെ കണ്ടാലും എന്താ മതിയാവാത്ത അത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട്. കീ ചെയിൻസ്, മാഗ്നറ്റുകൾ, അതേപോലെ ഷോ പീസസ്, സൊവനീസ്, ഒരുപാട് ഇവിടെ ഒത്തിരി കടകൾ ഈ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. അതും എന്താ പറയുക, കാണാൻ ഭയങ്കര രസമുള്ള ഐറ്റംസാണുള്ളത്. പിന്നെ ഇത് കണ്ടോ, ഇതേപോലത്തെ മിനിയേച്ചേഴ്സ് ആയിട്ടുള്ള ഓരോ രൂപങ്ങൾ, ഓരോ ആളുകളത് മിനിയേച്ചേഴ്സ്, അങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടേ. ഈ ഒരു കടയിലെ ഷോക്കേസ് നോക്കിയപ്പോൾ ഇതാ നരേന്ദ്രമോദി നിന്ന് ആടുന്നു. പിന്നെ അതാ ഈ ഒരു കട ഉണ്ടല്ലോ, ഇതൊരു കശ്മീരി കടയാണ് കേട്ടോ. ഇവിടെ ഇത് കശ്മീരീസാണ് നടത്തുന്നത്. ഇവിടെ ഇതേപോലെ മരം കൊണ്ടുണ്ടാക്കിയ പല സൊവനീസ്, പല പാത്രങ്ങൾ, മസാല അങ്ങനത്തെ കുറേ പാത്രങ്ങൾ കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ യൂഷ്വലി എല്ലാ കടയിലും കാണുന്ന പോലത്തെ കീ ചെയിൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. എനിക്കുണ്ടല്ലോ ഈ കടയിലെ സാധനങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ സെയിൽ ചെയ്യുന്ന ആളെയാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട് ഞാൻ അവരെ കുറേ നേരം നോക്കിയിരുന്നു. അപ്പം എന്നെ നോക്കും, അവരെന്നെ നോക്കി ചിരിക്കും കേട്ടോ കുറച്ച് നേരം നോക്കുമ്പം. പിന്നെ ഇതേപോലത്തെ കുറേ ഐറ്റംസ് വേറെ ഉണ്ട്. ഈ ഒരു കണ്ണാടിയുടെ സെറ്റ് കണ്ടോ, എന്തൊരു രസമാണെന്നറിയോ. അതിൻ്റെ ആ ഒരു ക്രാഫ്റ്റ് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു കണ്ണാടിയും അതിൻ്റെ കൂടെ ഒരു കോംബോ ആണ് വരുന്നത്. പിന്നെ തൊട്ടടുത്ത കടയിൽ കണ്ട വേറൊരു കണ്ണാടിയാണ് കേട്ടോ ഇത് കാണുന്ന പോലെയല്ല, നല്ല വലുപ്പമുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കശ്മീരി കടയിൽ തന്നെ ഇതൊക്കെ ഷോ പീസസ് ആണ്. ഈ സ്വോർഡും ഈ തോക്കുകളെല്ലാം ഇവിടെ ഒറിജിനൽ സാധനം കിട്ടാനുണ്ട് കേട്ടോ, എയർഗണ്ണ്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയപ്പം അവിടെ പാനിപൂരി വിൽക്കുന്നുണ്ടായിരുന്നു. ഹൈജീനൊക്കെ ഒരു കണക്കാണ്, എന്നാലും നമ്മൾ അവിടുന്ന് ഒരു സെറ്റ് പാനിപൂരി വാങ്ങി കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറക്കൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഹോട്ടലിലാണ് കേട്ടോ നമ്മുടെ സ്റ്റേ. ഹോട്ടൽ ന്യൂ കെനിൽവർത്ത് ഇൻ്റർനാഷണൽ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ ബാക്കി യാത്രാവിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ബൈ ഫ്രം ഷിഫ ഷബീർ.